ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. സോ വെൽക്കം ബാക്ക് ടു അനദർ ഒരു മൂവി റിവ്യൂ ആണ് സുഹൃത്തുക്കളെ. കാട്ടാളൻ മൂവി എന്നെ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. ഷെരീഫ് മുഹമ്മദ് ആയതുകൊണ്ടും ക്യൂബ്സ് എന്റർടൈൻമെന്റ് ആയതുകൊണ്ടും നമുക്ക് മാർക്കോയ്ക്ക് ശേഷം വരുന്ന പടമായതുകൊണ്ടും കിടുക്കം പ്രതീക്ഷ, അന്യ എക്സ്പെക്ടേഷൻ ഒക്കെ കൂടെ വെച്ചിട്ടാണ് നമ്മൾ ഈ പടം പോയി കണ്ടത്. സോ പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് പോൾ ജോർജ് എന്ന് പറഞ്ഞ ആളാണ്. പടം റൈറ്റ് ചെയ്തേക്കുന്നത് പോൾ ജോർജ്. പിന്നെ കാസ്റ്റിലേക്ക് വരുവാണെങ്കിൽ ദുഷാരയുണ്ട്, ജഗദീഷേട്ടനുണ്ട്, പിന്നെ സുനിൽ, നമ്മുടെ പുഷ്പക്കകത്തേക്ക് വില്ലൻ സുനിൽ, പിന്നെ പെപ്പെ, സിദ്ദിഖ്, പിന്നെ കബീർ, അൻസൻ പോൾ, അങ്ങനെ ലോട്ട്സ് ഓഫ് അധികം ക്യാരക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹനാൻ ഷാ ഉണ്ട്, അതിനകത്ത് ഹിപ്സ്റ്റർ ഉണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ അഭിനയിച്ച് വരുന്നൊരു പടമാണ്. സോ പടത്തിനെ കുറിച്ച് പറയാനെന്നുണ്ടെങ്കിൽ ഇത് ആക്ച്വലി ഒരു ആക്ഷൻ ക്രൈം ഡ്രാമ ത്രില്ലർ അങ്ങനെയൊക്കെ പറയുന്ന എല്ലാ ജോണറുകളും വരുന്നൊരു പടമാണ്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഇത് ആക്ച്വലി ഒരു വൺ ടൈം വാച്ചബിൾ സാധനം എന്ന് തന്നെ എനിക്ക് പറയാനുള്ളൂ. ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് അത്രേ ഉള്ളൂ പടത്തിനകത്ത്. അല്ലാണ്ട് ഭയങ്കര വലിയ സംഭവങ്ങളും കാര്യങ്ങളൊന്നുമില്ല. എനിക്ക് പെപ്പയ്ക്ക് ഈ ഒരു ക്യാരക്ടർ പുള്ളിക്ക് അങ്ങോട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം പുള്ളിയുടെ കപ്പാസിറ്റിക്ക് മണ്ടയ്ക്ക് നിൽക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം അതുകൊണ്ട് പുള്ളിക്ക് അങ്ങോട്ട് പുൾ ഓഫ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ അതുപോലെ തന്നെ മറ്റേ യൂണിവേഴ്സായിട്ട് കണക്ഷൻ ഉണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ എന്തെങ്കിലും പടം കണ്ടത് മനസ്സിലാക്കുക. പിന്നെ ആകെപ്പാടെ പടത്തിനെ കുറച്ചെങ്കിലും എലിവേറ്റ് ചെയ്തിരിക്കുന്നത് രവി ബസൂറിൻ്റെ മ്യൂസിക് കാര്യങ്ങൾ മാത്രമാണ്. കാരണം അന്യായ ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കും ഒക്കെയാണ് കൊടുത്തേക്കുന്നത്. അത് ഭയങ്കരമായിട്ട് പടത്തിനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ വേറൊരു കാര്യമായിട്ട് ഹനാൻ ഷായെ കൊണ്ടുവന്നിട്ട് പുള്ളിക്ക് ഒരു ഡയലോഗ് പോലും കൊടുത്തില്ലട ഈ പടത്തിനകത്ത്. ആദ്യമായിട്ട് അവസാനം വരെ മിക്ക സീനുകളിലും ഉണ്ട്. പുള്ളിക്ക് ഒരു ഡയലോഗ് പോലും പുള്ളിക്കും ഇല്ല. ഹനാൻ ഷായുടെ കൂടെ വേറൊരു പയ്യനുണ്ട്. ആ പയ്യനെ ഞാൻ വേറെ ഏതൊക്കെയോ പടങ്ങളിൽ കണ്ടിട്ടുണ്ട്. ഇവർക്ക് രണ്ടുപേർക്കും ഒരു ഡയലോഗും ഇല്ല. അതായത് ഈ ആന്റണി വർഗീസിന്റെ ഒരു സൈഡ് ക്യാരക്ടേഴ്സായിട്ട് അവർ കൊണ്ടുവന്നേക്കുന്നത്. പക്ഷെ ഇവർക്ക് രണ്ടുപേർക്കും ഒരു ഡയലോഗ് ഒന്നുമില്ല. പിന്നെ സിദ്ദിഖേട്ടനെ ആണെങ്കിലും ഒരു സീനിൽ മാത്രമേ ഉള്ളൂ പുള്ളിക്കാരൻ. പിന്നെ കുറച്ചെങ്കിലും എന്താ പറയുക, എനിക്ക് പെർഫോമൻസ് വൈസ് ഇഷ്ടപ്പെട്ടത് നമ്മുടെ ഈ കബീർ എന്ന് പറയുന്ന മാർക്കോയ്ക്കകത്തൊക്കെ ആ വില്ലനുണ്ടല്ലോ. സോ ആ പുള്ളിയുടെയും പിന്നെ നമ്മുടെ സുനിൽ എന്ന് പറയുന്ന പുഷ്പക്കകത്തൊക്കെ ആ വില്ലനായിട്ട് വരുന്നത്. ഇവർ രണ്ടുപേരും പെർഫോമൻസേ ഉള്ളൂ കുറച്ചെങ്കിലും എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് നമുക്കൊരു ഹൈപ്പ് തന്ന കുറച്ച് സാധനങ്ങൾ. പിന്നെ ഇതിനകത്ത് ക്യാമിയോസ് ഉണ്ട്. ആക്ച്വലി ക്യാമിയോസ് ഉണ്ട്, പോസ്റ്റ് ക്രെഡിറ്റ് സീനും ഉണ്ട്, എൻ ക്രെഡിറ്റ് സീനും ഉണ്ട്. നിങ്ങൾ എന്തായാലും കംപ്ലീറ്റ് ഇവർ പറഞ്ഞതുപോലെ തന്നെ പടം കംപ്ലീറ്റ് ഇതിൻ്റെ ടൈറ്റിൽ കാർഡൊക്കെ കാണിച്ച് കഴിഞ്ഞിട്ടും ഇരിക്കുക. സാധനങ്ങളുണ്ട് അത് കാണാനായിട്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ക്യാമിയോസ്, 2 ക്യാമിയോസ് ഉണ്ട്. ആക്ച്വലി ഇതിന് 2നും മാത്രമേ ഓഡിയൻസ് ആയിട്ടുണ്ട് നമ്മൾ കൈയടിച്ചുള്ളൂ. അല്ലാതെ ആർക്കും ഒരു ഉഷാറില്ല. ഞാൻ തന്നെ പടം തുടങ്ങി ആദ്യത്തെ കുറച്ച് സീനിനൊക്കെ കൈ അടിച്ച്. പക്ഷേ പിന്നെ ഇരിക്കുന്നവർക്കൊന്നും ഒരു ഉത്സാഹമില്ല. പിന്നെ ഞാൻ തന്നെ ഇരുന്ന് കൈ അടിച്ചാൽ എനിക്ക് തന്നെ ബോറടി തോന്നുന്നുണ്ട്. ഞാനും പിന്നെ അങ്ങ് മിണ്ടാതിരുന്ന് അനങ്ങാതിരുന്ന്. കാരണം ഒരു ചാർജിങ് കിട്ടുന്നില്ല നമുക്ക് ഈ പടത്തിനകത്ത്. സ്റ്റോറി വൈസ് നോക്കുവാണെങ്കിൽ പുഷ്പയുടെ കൂട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. സിൻഡിക്കേറ്റ് പോലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. ഏകദേശം ഒരു മിനി വെർഷൻ ഓഫ് പുഷ്പ. പക്ഷെ പുഷ്പയായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ കമ്പയർ ചെയ്യാൻ പറ്റൂല. നിങ്ങൾക്ക് ഏകദേശം ഇതിന്റെ ട്രെയിലറും ടീസറൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് പ്ലോട്ട് മനസ്സിലായി കാണും ഇത് എന്താണ് സംഭവം, എന്താണ്. നമ്മൾ കൂടുതലും കാണാൻ പോകുന്നത് മാർക്കോയായിട്ട് കണക്ഷൻ ഉണ്ടോ കണക്ഷൻ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ്. നിങ്ങൾ എന്തെങ്കിലും പടം തന്നെ കണ്ട് മനസ്സിലാക്കുക. ഓവറോൾ ഞാൻ പറഞ്ഞു ഒരു ബിലോ ആവറേജ് എക്സ്പീരിയൻസ് അത്രയും തന്നെ ഉള്ളൂ. ഒരു ശോകാവസ്ഥയായിരുന്നു എന്തായാലും പടം കണ്ടുകൊണ്ടിരുന്നത്. അപ്പം ഭയങ്കര ഓവർ ഹൈപ്പ് ആയിരുന്നു പടത്തിന്. പിന്നെ ഇതിനകത്ത് ഈ ഒരു ഇമോഷൻ കുറെ സാധനങ്ങളൊക്കെ ഒരു കൊണ്ടുവരാൻ നോക്കി. പക്ഷെ അതങ്ങോട്ട് കണക്ട് ആയിട്ടില്ല. ഈ ഒരു ആക്ഷൻ പടം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് മെയിനായിട്ട് ചില ഇമോഷൻ സാധനങ്ങൾ വേണം, എങ്കിലേ നമുക്കത് വർക്ക് ആവത്തുള്ളൂ ഈ പടം. സോ അങ്ങനെയുള്ള ഇമോഷണൽ സാധനങ്ങളൊന്നും ഈ പടത്തിനകത്ത് അത്രയ്ക്ക് ഞാൻ വരും അങ്ങോട്ട് വർക്കായിട്ടില്ല. ഫസ്റ്റ് ഹാഫൊക്കെ ഒരു ഫ്ലാറ്റ് റേഷ്യോയിലാണ് പടം പോയത്. സെക്കൻഡ് ഹാഫിലേക്ക് വന്നപ്പോഴത്തേക്ക് അവിടെ ഇവിടെയൊക്കെ കുറേയൊക്കെ അവരൊന്ന് ഇതാക്കാൻ നോക്കി. പക്ഷെ എന്നാലും വീണ്ടും ഫ്ലാറ്റിൽ തന്നെയാണ് പടം കംപ്ലീറ്റ് പോയത്. സോ എനിക്ക് പേഴ്സണലി ഇതൊരു ബിലോ ആവറേജ് പടമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. സോ അപ്പോൾ നിങ്ങൾ കണ്ടല്ലെങ്കിൽ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. കാണാൻ പോകുന്നതിലേക്ക് കണ്ടിട്ട് വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയുക. സോ യെസ് ഗൈസ്, അപ്പോൾ അത്രേ ഉള്ളൂ.